സാറിന് ഇതിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്താണ്? ഞാൻ ശരിക്കും വളരെ ആക്സിഡന്റലായിട്ടാണ് ഇതിലോട്ട് വരുന്നത് കേട്ടോ. ശരിക്കും അപ്പൊ എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ എന്റെ പ്ലാനിൽ ശരിക്കും നാർസിസ്റ്റിക് വീഡിയോസ് ചെയ്യണം അങ്ങനെ ഒരു കാര്യം ഇല്ലായിരുന്നു. കാരണം ഇത് പലപ്പോഴും ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്ത് തുടങ്ങിയ ശേഷം തന്നെയാണ് ഞാനും റിയലൈസ് ചെയ്യുന്നത് ഞാൻ ഇതുപോലെ വിക്ടിം ആയതിന് ശേഷമാണ് അതൊക്കെ കൊണ്ടാണ് എനിക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായത് എന്നുള്ളത്. ആക്ച്വലി എന്റെ ശരിക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ കുഞ്ഞിലെ ADHD ഉണ്ടായിട്ടുള്ള ഒരാളാണ്. എനിക്ക് ADHD എന്ന് പറയുന്ന കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്തിട്ടുള്ള ആളാണ്, ഇൻഅറ്റൻറ്റീവ് ADHD. അപ്പോൾ എനിക്ക് ഈ ADHD ഡയഗ്നോസ് ചെയ്യുന്നത് 32 വയസ്സിലാണ്. അപ്പോൾ അത് കുഞ്ഞിലെ മുതലേ, അതായത് 12 വയസ്സ് മുതലേ എനിക്ക് സിംറ്റംസ് ഉണ്ടായിട്ടുണ്ട്. അതായത് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഫോക്കസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവുന്നത്, നമുക്ക് പഠിത്തത്തിലൊന്നും അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് 7th to 8th വരെ ആ ഒരു ഏജ് വരെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ക്ലാസ് ടോപ്പർ ആയിരുന്ന ഞാൻ അത് കഴിഞ്ഞ വളരെ ഡൗൺ ആയിപ്പോയി. അക്കാഡമിക്കലി ഭയങ്കരമായിട്ട് താഴേക്ക് പോയി. അപ്പൊ ഇതെന്ന് പറയുന്നത് ചെറിയ ഏജിൽ നമ്മൾ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഞാൻ വളർന്നു വന്ന ചുറ്റുപാടിൽ എന്റെ പാരന്റ്സിന് ഇതിനെപ്പറ്റി യാതൊരു ധാരണയില്ല. കാരണം വളരെ പാവപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ വളർന്നു വന്നത്. അങ്ങനെ ഈ പറഞ്ഞ പോലെ പ്രിവിലേജുകൾ എന്ന് പറയുന്നത് നമുക്ക് പണത്തിൻ്റെതായിട്ടുള്ള പ്രിവിലേജുകളില്ല. ഇപ്പൊ ഞാൻ പലപ്പോഴും ഞാൻ ആദ്യം സെഷനിൽ പോയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം, ഒരു ആൺകുട്ടി എന്നുള്ള രീതിയിലുള്ള പ്രിവിലേജുകൾ ഒരുപാട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ കിട്ടാതിരുന്നത് ഈ ഒരു ഏരിയയിലാണ്, അതായത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രിവിലേജുകളിലായിരുന്നു. അപ്പോൾ അച്ഛന്റെ ഒരു ചെറിയ വരുമാനം, കിട്ടുന്ന വരുമാനത്തിൽ നിന്നൊക്കെയുള്ള തുക വെച്ചിട്ട് നമ്മൾ പഠിച്ചത് വളരെ മലയാളം മീഡിയം സ്കൂളിലൊക്കെയാണ് ഞാൻ പഠിച്ചത്, ചെറിയ സ്കൂളുകളിലൊക്കെ. അപ്പോൾ നമ്മുടെ ഒരു ഹോപ്പ് എന്ന് പറയുന്നത് നാളെ നിന്നെ എന്തെങ്കിലും പഠിപ്പിക്കാൻ വേണമെങ്കിൽ തന്നെ നീ നേടുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള രീതിയിലാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് ഈ ഒരു കാര്യം കൂടെ വന്നപ്പോൾ എനിക്ക് ആ ഒരു 10th മാർക്ക് വന്നപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് നമുക്ക് മാർക്ക് കുറഞ്ഞു. ഒരു ഒരു ഹൈ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്ന ഒരു സ്റ്റുഡന്റ്, അതായത് എന്നെ പോലുള്ള ഒരാളിനെ മനസ്സിലാവുമല്ലോ, ചെറുതിലേക്ക് ഭയങ്കര ഒരു ഒരുപാട് A+ ഒക്കെ കിട്ടും എന്നൊക്കെ വിചാരിച്ച് വെച്ചിരുന്ന ഒരാളിനെ പെട്ടെന്ന് ആ ഒരു ഡ്രോപ്പ് വന്നപ്പോൾ ആർക്കും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ചുറ്റുള്ളവർക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ്. അപ്പൊ ഞാൻ പഠിക്കുന്ന ഒരാളാണെന്നുള്ളൊരു ഇമേജ് ഓൾറെഡി ഉണ്ട്, എനിക്ക് എന്താ പറ്റുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അപ്പൊ അതിനുശേഷം പൂർണ്ണമായിട്ട് ലൈഫിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി പൂർണ്ണമായിട്ട്. അപ്പം അതിനുശേഷം വളർന്നു വന്നത് ഒരു ഡിപ്രഷനും ഒക്കെ ആ സമയം മുതലേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പൊ ഞാൻ പലപ്പോഴും മെഡിസിൻ ഒക്കെ എടുത്തുകൊണ്ടിരുന്നത് ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞ സമയത്ത് ഈ ഡിപ്രഷന് വേണ്ടിയിട്ടുള്ള മെഡിക്കേഷൻ ഒക്കെയാണ് എടുത്തുകൊണ്ടിരുന്നത്. കാരണം ഇതെന്താണെന്ന് ആർക്കും അറിയില്ല. എന്റെ അമ്മയ്ക്ക് അച്ഛനും ഒന്നും ഒരു ധാരണയില്ല എന്താണെന്നുള്ളത്. അപ്പൊ കമ്പാരിറ്റീവ്ലി നോർമൽ പാരന്റിങ് ആയിരുന്നു എനിക്കുള്ളത്, അതായത് ഒരു നാർസിസ്റ്റിക് പാരന്റിങ് അല്ലായിരുന്നു എനിക്കുണ്ടായിരുന്നത് എന്നുള്ളെങ്കിൽ തന്നെ ഈ പറഞ്ഞ ബുദ്ധിമുട്ട് വളരെയധികം വേട്ടയാടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് ഈ പറഞ്ഞ പോലെ ഞാൻ ജേർണലിസം ഒക്കെ ചെയ്യാൻ പോയത്. അതൊക്കെ അതിന്റെ പിറകിൽ അതിനിടയ്ക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആദ്യം അനിമേഷനാണ് പഠിച്ചത്, അനിമേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ചെയ്യുന്ന ജോലിയിൽ പിന്നെ അവിടെ ഫോക്കസ് ചെയ്യാൻ പറ്റാതെ അതിന് റിസൈൻ ചെയ്യേണ്ടി വന്നു. പിന്നെയാണ് പല ജോലികൾ മാറിയിട്ട് പിന്നെ MA ചെയ്യാൻ പോയി, MA ഇംഗ്ലീഷ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അതിനുശേഷം ജേർണലിസം ചെയ്യാൻ പോയി. ജേർണലിസം ചെയ്യാൻ പോയപ്പോഴും സിനിമയിൽ എത്തണം എന്നൊക്കെയുള്ള ഉദ്ദേശത്തിലേക്കാണ് പോയത്. കാരണം അത്രത്തോളം നമ്മൾ ഒരു ധാരണ ഇല്ലാത്ത ഒരാളായിരുന്നു എന്ന് ഞാൻ പറയാൻ വേണ്ടി ഞാൻ ഈ കാര്യങ്ങൾ പറയുകയായിരുന്നു. ഒരു ഐഡിയ ഇല്ലായിരുന്നു എന്താ ലൈഫിൽ ചെയ്യേണ്ടതെന്ന്, ഇങ്ങോട്ടാ പോയേണ്ടതെന്ന്. നമുക്കൊരു വിഷ്വൽ മീഡിയം, വിഷ്വൽ ലാംഗ്വേജിലൊക്കെ നല്ലൊരു ഒരു ഇതുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ അതൊക്കെ പഠിക്കാം എന്നൊക്കെയുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ഈ ജേർണലിസത്തിന്റെ സമയത്താണ് ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികൾ എന്റെ ലൈഫിലേക്ക് വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സുഹൃത്തുക്കൾ എന്ന രൂപേണയാണ്. അതൊരു മെയിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികളുടെ അബ്യൂസ് ആണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. മൾട്ടിപ്പിൾ ആയിട്ടുള്ള മെയിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള വരുന്നത് 2 പീരീഡിൽ. അപ്പൊ ഈ സുഹൃത്ത് എന്ന രീതി എനിക്ക് വളരെ സുഹൃത്തുക്കൾ വേണം എന്നുള്ള സമയത്ത്, കാരണം ഈ സമയത്ത് നമുക്ക് വീട്ടിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, സുഹൃത്തുക്കളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് പ്രത്യേകിച്ച് കണക്ഷൻസ് ഉണ്ടാക്കുന്ന ഒരു മേഖലയും കൂടെയാണ് ജേർണലിസം ആണെങ്കിലും ഡോക്യുമെന്ററി ഫിലിം മേക്കിംഗ്, ഈ പറയുന്ന ഫിലിം മേക്കിംഗ് ഒക്കെ ആണെങ്കിൽ അതാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ആ ഏരിയയിൽ അപ്പൊ കണക്ഷൻസ് ഉണ്ടാക്കുന്നതിന്റെ പ്രാധാന്യം വെച്ചിട്ട് നമ്മൾ പോയി ചെല്ലുന്നത് ആദ്യമേ ചെന്ന് കയറി ഇങ്ങനെയുള്ള ആൾക്കാരുടെ പിടിയിലേക്കാണ്. അതായത് ഏറ്റവും പ്രധാനമായിട്ട് എന്നെ അബ്യൂസ് ചെയ്ത ഒരു നാർസിസ്റ്റിന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ വന്ന ഒരാളാണ്. അയാളൊരു കോവേർട്ട് മാലിഗ്നന്റ് നാർസിസ്റ്റ് ആണെന്ന് പിന്നീട് എനിക്ക് സെഷൻസ് ഒക്കെ എടുത്തപ്പോൾ അറിയാൻ കഴിഞ്ഞു, ഞാൻ പിന്നീട് ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആ സമയത്ത് ഒരു ഈ പറഞ്ഞ പോലെ വളരെയധികം തന്നെ ബാധിച്ചു. പൂർണ്ണമായിട്ട് എന്റെ കോൺഫിഡൻസ് നശിപ്പിച്ചു കളഞ്ഞു. ഞാൻ പൂർണ്ണമായിട്ട് ഉൾവലിഞ്ഞു പോയി. ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ സെഷൻസിലൊക്കെ പറയാറുള്ളത് പോലെ തന്നെ പൂർണ്ണമായിട്ട് നമ്മളെ ഡാമേജ് ആക്കി നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാണ് എന്നുള്ള രീതിയിലുള്ള ചിന്തയിലേക്ക് വരികയും പൂർണ്ണമായിട്ട് വീട്ടിലേക്ക് ഉൾവലിഞ്ഞു പോവുകയും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്. അപ്പോൾ ഡിപ്രഷൻ എന്ന് പറയുന്നത് എന്റെ പാരമൗണ്ടിലേക്ക് എത്തി. പലപ്പോഴും ഈ പറഞ്ഞ പോലെ സൈക്കോമോട്ടോർ റിട്ടർഡേഷൻ എന്ന് പറയും ഡിപ്രഷനിൽ. നമ്മളൊരു എന്താ പറയുക, നമുക്കൊന്ന് കിടക്കയിൽ നിന്ന് എണീക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഡിപ്രഷന്റെ ലാസ്റ്റ് സ്റ്റേജുകളിലേക്ക് ഞാൻ എത്തി. അപ്പൊ ആ സമയത്ത് എന്തോ ഭാഗ്യം എന്നുള്ള രീതിയിൽ അമ്മ എന്റെ കൂടെ നിന്നു. അമ്മ പറഞ്ഞു എന്തെങ്കിലും നമുക്ക് നോക്കാം, ഡോക്ടേഴ്സിനൊക്കെ കൊണ്ട് കാണിക്കാം. അപ്പൊ അമ്മയ്ക്ക് അറിയില്ല ഇത് ഏത് ഡോക്ടറിനെയാണ് കാണിക്കേണ്ടത്, ഈ എന്ത് പ്രശ്നമാണ്. ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന പറ്റി ഒരു ഐഡിയ ഇല്ലാത്തൊരു സമയമാണ്. അതായത് ഒരു 2015-14 സമയമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ആ സമയത്ത് ആർക്കും അറിയില്ല.
അപ്പൊ അങ്ങനെ പക്ഷേ താങ്ക്ഫുള്ളി അങ്ങനെ ഒരു പ്രിവിലേജ് എനിക്ക് കിട്ടി. അമ്മ എന്ന് പറയുന്ന ഒരാൾ കൂടെ നിൽക്കാൻ ഉള്ള ഒരു പ്രിവിലേജ്, അത് എല്ലാവർക്കും കിട്ടുന്ന പ്രിവിലേജ് അല്ല എന്ന് പിന്നീട് ഒരുപാട് സെഷൻസ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ എനിക്കത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതൊരു പ്രിവിലേജ് എന്ന് തന്നെ അതിനെ പറയണം എന്നുള്ളത്. കാരണം അങ്ങനെ എത്തിയത് അത് ഭാഗ്യം കൊണ്ട് അങ്ങനെ കുറച്ച് ഡോക്ടേഴ്സിലേക്ക് എത്താൻ പറ്റി. അങ്ങനെ ഒരു ന്യൂറോ ഡോക്ടറിന്റെ ആദ്യത്തെ മെഡിക്കേഷൻ എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് അത് കഴിഞ്ഞിട്ടും എനിക്ക് ന്യൂറോളജി ഈ ഡിപ്രഷൻ മാത്രമേ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, ADHD ഡയഗ്നോസ് ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ എന്റെ പാർട്ണറിന് ഞാൻ റിലേഷൻഷിപ്പിലാകുന്നത് അതിനിടയ്ക്ക് തന്നെ റിലേഷൻഷിപ്പ് ആയിട്ടുണ്ടായിരുന്നു ഞാൻ എന്റെ പാർട്ണർ, ഇപ്പൊ എന്റെ പാർട്ണറായിട്ടുള്ള വ്യക്തി, ലൈഫ് പാർട്ണറായിട്ടുള്ള വ്യക്തി. അപ്പൊ ആൾക്ക് CPTSD ഉണ്ട്. അപ്പൊ ആള് ഇതുപോലെ നാർസിസ്റ്റിക് അബ്യൂസ് അനുഭവിച്ച ആളാണ്. അപ്പൊ ആളാണ് എനിക്ക് ഈ നാർസിസം എന്ന് പറയുന്ന കാര്യം ആദ്യമായിട്ട് പറഞ്ഞു തരുന്നത് എന്താണ് എന്നുള്ളത്. അപ്പൊ ആള് വഴിയിട്ടാണ് ഞാനത് മനസ്സിലാക്കുന്നത്. അപ്പൊ എന്നിട്ട് ഞാൻ ഈ ഏരിയയിൽ കൂടുതൽ സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതിനിടയ്ക്ക് തന്നെ നമ്മൾ തെറാപ്പിസ്റ്റിനെ കാണുന്നുണ്ടായിരുന്നു, നമ്മൾ രണ്ടുപേരും. അപ്പൊ താങ്ക്ഫുള്ളി ആ സമയത്ത് വളരെ നല്ലൊരു ഡോക്ടറിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു, വളരെ നല്ലൊരു സൈക്കോതെറാപ്പിസ്റ്റിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് കൊണ്ട് ആ മാമിന് ഈ അവയർനെസ് എല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട് ഈ CPTSD ഡയഗ്നോസ് ആയി എന്റെ പാർട്ണറിന്റെ, എന്റെ ADHD ഡയഗ്നോസ് ആയി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന നാർസിസ്റ്റിക് അബ്യൂസ് ആയിരുന്നു എന്ന് മാം തന്നെയാണ് പറഞ്ഞു തന്നത്. ആദ്യം അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാവണം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ തിരിച്ചറിവ് ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഡോട്ട്സ് കണക്ട് ചെയ്യുന്ന പോലെ കണക്ട് ആവുമല്ലോ, ഒരുപാട് കാര്യങ്ങൾ. പ്രത്യേകിച്ച് ADHD ഉള്ള എന്നെ പോലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നമ്മൾ സത്യം എന്താണെന്ന് അന്വേഷിക്കുന്നത്, വൈ എനിക്കിത് സംഭവിച്ചു, എന്തുകൊണ്ട് നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുറെ ഉത്തരങ്ങൾ പെട്ടെന്ന് കിട്ടുന്നത്. കുറെ ഒരു രീതിയിൽ റിസർച്ച് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാനും പറ്റി ഈ വൈ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി. അപ്പം ആ കണക്ട് ചെയ്യൽ ഞാൻ ഈ നാർസിസം വീഡിയോസ് എന്റെ ഒരു ചാനൽ ഞാൻ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, യൂട്യൂബ് ചാനൽ. അതിനകത്ത് ഞാൻ എന്റെ ഉദ്ദേശം മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതിന് ഉപരി ലൈഫ് സ്റ്റൈൽ ചാനലായിട്ട് ചെയ്യാമെന്നുള്ളതായിരുന്നു ആദ്യം. എന്നിട്ട് ഞാൻ അതിനകത്ത് നാർസിസത്തെ പറ്റി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. ശരിക്കും അവിടെയാണ് ടേണിംഗ് പോയിന്റ് സംഭവിക്കുന്ന ഈ ഒരു എന്റെ ഒരു പ്രൊഫഷന്റെ കാര്യത്തിൽ. അപ്പം ആ നാർസിസം വീഡിയോക്ക് ഭയങ്കരമായിട്ട് റീച്ചായി ആ വീഡിയോ. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഒരുപാട് ഡോക്ടർ സൂസൻ ഗോൽക്ക് മാം ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് വീഡിയോസ്. അല്ലാതെ ഈ മലയാളത്തിൽ അങ്ങനെ ഒരുപാട് വീഡിയോസ് ചെയ്യുന്ന സമയമല്ല, ഒരു 4-5 വർഷം മുമ്പാണ് ആദ്യത്തെ നാർസിസം വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഉണ്ടായ റെസ്പോൺസ് വളരെ വലിയ റെസ്പോൺസ്. അതായത് ഇത് നമ്മളിപ്പോ ഒരു കാര്യം പഠിച്ച് നമുക്ക് അനുഭവിച്ചതും വെച്ച് നമ്മൾ പറയുമ്പോൾ അതിന്റെയൊക്കെ എത്രയോ ഇരട്ടി, ഞാനൊക്കെ അനുഭവിച്ചതിന്റെ എത്രയോ ഇരട്ടി ഇത് അനുഭവിച്ച വ്യക്തികൾ, ഇതിന്റെ തീവ്രത അനുഭവിച്ച വ്യക്തികൾ, അതനുഭവിച്ച സ്ത്രീകൾ, കുട്ടികളുള്ള സ്ത്രീകൾ ഒക്കെ, അവരാണ് ശരിക്കും എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തത്. അവരെന്നെ വിളിച്ചിട്ട് അവരുടെ വിഷമങ്ങൾ പറയാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇത് ശരിക്കും ഞാൻ എൻ്റെ ഒരു ലൈഫിന്റെ പർപ്പസിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നിയത്. ശരിക്കും നമ്മളൊരു എമ്പത്തറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് അത് കണക്ട് ചെയ്യാനും പറ്റി ആ കാര്യങ്ങളൊക്കെ. എന്നുവെച്ചാൽ നമ്മളൊരു പേഴ്സൺ നമ്മുടെ അടുത്ത് വേദന പറയുമ്പോൾ ഞാൻ വളരെ എൻ്റെ ഒരു വേദന പോലെയാണ് എന്നെ കാണുന്നത്. എനിക്ക് ലിറ്ററലി എനിക്ക് ബോഡിയിൽ തന്നെ ഒരു പെയിൻ ഫീൽ ചെയ്യും മനുഷ്യ വേദനകൾ പറയുമ്പോൾ. അപ്പോൾ നമ്മളിപ്പോ ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ എത്രയോ ഉപരി വേദനകൾ, അതും അവരെത്രയോ വർഷം ഇത് സഹിക്കുന്നു. അത് പാരന്റ്സിന്റെ മുതൽ, അത് കഴിഞ്ഞിട്ട് പാർട്ണറിലേക്ക്, അത് കഴിഞ്ഞിട്ട് കുട്ടികളായിട്ട് എത്രയും വർഷം ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരിലേക്ക് അവരുടെ അനുഭവങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിനകത്ത് കൂടുതൽ ചെയ്യണം എന്നുള്ളൊരു തോന്നൽ എനിക്ക് വളരെയധികം ഉണ്ടായി. അപ്പൊ അത് ഞാൻ എന്റെ ഞാൻ ആ തെറാപ്പി എടുക്കുന്ന സമയമായിരുന്നുള്ളൂ എന്റെ തെറാപ്പിസ്റ്റിനോട് ഞാൻ സംസാരിച്ചു. എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, എനിക്കിങ്ങനെ ഇതിനകത്ത് വർക്ക് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഒരു കോഴ്സ് ഒന്നും ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സൈക്കോളജി ഡിഗ്രിയിലോട്ടൊന്നും പോകാനായിട്ട് എനിക്ക് പറ്റില്ല. എനിക്കിപ്പോ നിലവിൽ എങ്ങനെ ചെയ്യാൻ പറ്റും, ഈ ചാനലിൽ വെച്ചിട്ട് എനിക്ക് എങ്ങനെ ഈ ടോപ്പിക്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്റെ തെറാപ്പിസ്റ്റ് തന്നെയാണ് ആ ഡോക്ടർ മാം തന്നെയാണ് എന്നോട് പറഞ്ഞത്, ഈ മെന്റൽ ഹെൽത്ത് അഡ്വക്കസി എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഉണ്ട്. ഇപ്പൊ ജേർണലിസ്റ്റ് ആയിട്ടുള്ള അജയ് ഓൾറെഡി ജേർണലിസ്റ്റ് ആണല്ലോ, റിസർച്ച് ചെയ്യുന്ന ആളാണല്ലോ, പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തുകൂടാ? അപ്പം മാം ആണ് എനിക്ക് ഈ ഒരു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മെന്റൽ ഹെൽത്ത് അഡ്വക്കസിയെ പറ്റി പറയുന്ന ആർട്ടിക്കിളുകൾ, ഈ നാഷണൽ മെന്റൽ ഹെൽത്ത് അലയൻസ് US അതിന്റെയൊക്കെ ആർട്ടിക്കിളൊക്കെ എനിക്ക് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷനിലേക്ക് മെന്റൽ ഹെൽത്ത് അഡ്വക്കസിയെ പറ്റി പറയുന്ന ആർട്ടിക്കിളൊക്കെ അയച്ചു തന്നു. അപ്പൊ ഞാൻ അതൊക്കെ വായിച്ചപ്പോഴാണ് ഈ മനസ്സിലായത്, ഓക്കെ, പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ള റിസർച്ച് ചെയ്യുന്ന ഒരാൾക്കും ആ രീതിയിൽ ചെയ്യാൻ പറ്റും, അവയർനെസ് കൊടുക്കാൻ പറ്റും. അതായത് ഒരു തെറാപ്പിസ്റ്റിനും ഒരു ഇത് അനുഭവിക്കുന്ന ആളിനും ഇടയ്ക്കുള്ള ഒരു ബ്രിഡ്ജ് എന്നുള്ള രീതി, അങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. അങ്ങനെയാണ് എന്നോട്. ഞാൻ ഹസീന, സാറിനെ കോണ്ടാക്ട് ചെയ്തത് ഞാനാണ്. ഓക്കെ. ഞാൻ പേജിന് ഹസീന പറഞ്ഞിട്ടാണ് പേജിനെ പറ്റിയിട്ട് ഞാൻ അറിയുന്നത്. കൂടുതൽ ഈ പറഞ്ഞ പോലെ വീഡിയോസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി, പിന്നെ ഞാനിപ്പോ സെഷൻ എടുക്കുന്നതിൽ ഞാൻ പേജ് ഇങ്ങനെ സജസ്റ്റ് ചെയ്യും. അപ്പോൾ പറഞ്ഞത് എനിക്ക് എല്ലാം ഒരു ഏകദേശ ധാരണ കിട്ടിയത് കൊണ്ട് മാക്സിമം ഒരുപാട് പേരിങ്ങനെ നമ്മൾ സെഷൻ എടുക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് ഹെൽപ്പ്. അപ്പോൾ ഫ്രീ ഹെൽപ്പ്
പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമും കൂടെ ആയതുകൊണ്ട് ഞാനിപ്പോൾ കൂടുതലായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ കൂടുതൽ അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു. അതെ അതെ, താങ്ക് യു സർ.